Su-30 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട വിമാനങ്ങൾ. ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലാണ് ഇതെന്ന് പറയാം. ഇത്രത്തോളം മികച്ച ഈ Su-30 ഫൈറ്റർ ജെറ്റ്സിനെ എത്രയും പെട്ടെന്ന് ഇന്ത്യ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സൂപ്പർ സുഖോയ് എന്ന ആ പ്രോജക്റ്റിലും ഇപ്പോൾ ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല 12 വിമാനങ്ങൾ വീണ്ടും ഇന്ത്യ പുതുതായി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് ഇതിനകമുണ്ടായ നഷ്ടം നികത്താൻ. അതുകൂടാതെ അപ്ഗ്രേഡഡ് വേർഷൻസ്, ഇങ്ങനെ മൊത്തം 12 വിമാനങ്ങൾ ഇപ്പോൾ പുതുതായി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലാണ് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. ഈ Su-30 ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് മൂലം പുറം നാടുകളിലേക്ക് ഈ വിമാനം എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയും ഇന്ത്യക്ക് ലഭിക്കും. ഇതുവഴി ഇന്ത്യയുടെ ഡിഫൻസീവ് ഡീൽ എന്നത് പുറം നാടുകളുമായി ഇന്ത്യ നടത്തുന്ന ഡീലിംഗ്സ് അധികമാകാൻ തുടങ്ങും. ഇതിനായി ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡീൽ നടന്നു. ഇന്ത്യയും റഷ്യയും എത്രയും പെട്ടെന്ന് Su-30 വിമാനങ്ങളെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് മറ്റ് നാടുകൾക്ക് കയറ്റുമതി ചെയ്യുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തുവന്നു. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാൻ പോകുന്നത്. Su-30 MK 2002 റഷ്യയും ഇന്ത്യയും ചേർന്ന് ഈ വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകണം എന്ന തീരുമാനത്തിലെത്തുകയും വിമാനങ്ങൾ ഇറക്കുകയും ചെയ്തു. 2004 മുതൽ ഈ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിൽ സർവീസിന് വന്നു. അങ്ങനെ പതിയെ ഇന്ത്യയിൽ തന്നെ ഈ വിമാനങ്ങളുടെ സ്പെയർ പാർട്സ് കൊണ്ടുവന്ന് ഇന്ത്യയിൽ വെച്ച് അസംബിൾ ചെയ്താണ് ഇന്ത്യയുടെ വ്യോമസേന ഇന്നുവരെയും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ 272 വിമാനങ്ങൾ റഷ്യ ഇന്ത്യ ഡീൽ വഴി ഇന്ത്യ വാങ്ങാനുള്ള പദ്ധതിയായിട്ടായിരുന്നു ഇത് തുടങ്ങിയത്. അത്രയും വിമാനങ്ങൾ സർവീസിലിറങ്ങി. എന്നാൽ കഴിഞ്ഞ 20 വർഷത്തിൽ 2004 സർവീസിലിറങ്ങി, ഇന്ന് 2024 ഈ 20 വർഷത്തിൽ ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണമുണ്ടായ നഷ്ടങ്ങൾ, ക്രാഷ് കാരണമുണ്ടായ നഷ്ടങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിമാനങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി. ഇവയെല്ലാം ശരിയാക്കണം. വീണ്ടും ഒരുപാട് അപ്ഗ്രേഡഡ് വിമാനങ്ങളെ നമ്മുടെ സേനയിൽ ചേർക്കണമെന്ന് വിചാരിച്ച് ഈ Su-30 പ്രോഗ്രാം ഇന്ത്യയും റഷ്യയും ചേർന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ തുടങ്ങി. സൂപ്പർ സുഖോയ് എന്ന പ്രോജക്റ്റിന് കീഴിൽ. ഇപ്പോൾ ഒരുപാട് പേർക്കൊരു സംശയം വരാം, ഇതിനെ എന്തിനു നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം? നമുക്ക് വേറെ ഫൈറ്റർ ജെറ്റ് തന്നെ വാങ്ങാമല്ലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദ്ധതിയിലേക്ക് പോകാമല്ലോ എന്ന്. ഇവിടെയാണ് ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് എന്നത് വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നത്. ഈ വിമാനങ്ങളുടെ ജീവിതകാലം 2030 വരെ മാത്രമാണ്. ഒരു പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്താൽ 2035 വരെ മാത്രമേ നമുക്കിവയെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഈ വിമാനങ്ങളെ നമ്മുടെ സേനയിൽ ചേർത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരവസ്ഥ. എന്നാൽ തുടർന്ന് നമ്മൾ അത് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ ചെയ്ത് ഇസ്രായേലിന്റെ ഏവിയോണിക്സിന് അകത്തേക്ക് കൊണ്ടുവന്നു. ഇന്ത്യയുടെ പുതിയ ടെക്നോളജീസ് അകത്തേക്ക് കൊണ്ടുവന്നു. റഷ്യയുടെ മോഡേൺ എക്യുപ്മെന്റ്സ് ഇതുമായി മെർജ് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഗവേഷകർ ഈ ഒരു വിമാനത്തിൽ നടത്തിയതോടുകൂടി 2050 വരെയും ഈ വിമാനങ്ങളെ സർവീസ് ചെയ്യാൻ സാധിക്കുമെന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യയിലെ Su-30 MK വിമാനങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയെ പോലെ Su-30 ഓപ്പറേറ്റ് ചെയ്യുന്ന ചൈന, അൾജീരിയ, ഇന്തോനേഷ്യ, മലേഷ്യ, ഉഗാണ്ട, വെനിസുല, വിയറ്റ്നാം ഇതുപോലുള്ള നാടുകളെ കൊണ്ട് ഈ Su-30 ഇത്രത്തോളം അധിക കാലം ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. ശരി, ഇപ്പോൾ ഈ നഷ്ടങ്ങളെല്ലാം പരിഹരിക്കാൻ സൂപ്പർ സുഖോയ് പ്രോഗ്രാമിന് ശേഷം ഇന്ത്യ പുതുതായി 12 ജെറ്റുകൾ ഓർഡർ ചെയ്തു ഇന്ത്യയുടെ എയർഫോഴ്സിന് വേണ്ടി. ഇങ്ങനെ ഓർഡർ ചെയ്യാൻ പോകുന്ന ആ വിമാനങ്ങളും ഇന്ത്യയിൽ വെച്ചാണ് കൺസ്ട്രക്ട് ചെയ്ത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകുന്നത്. ഇതിൽ റഷ്യ എപ്പോഴാണ് അകത്തേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ Su-30ക്ക് വേണ്ട ഒറിജിനൽ മാനുഫാക്ചർ അവർ ചില മാസങ്ങൾക്ക് മുൻപ് ഒരു അറിയിപ്പ് നൽകിയിരുന്നു. ഞങ്ങൾ ഈ എക്യുപ്മെന്റ്സ് എല്ലാം Su-30ക്ക് ആവശ്യമായ എല്ലാ സ്പെയർ പാർട്സും ഇന്ത്യയിൽ നിർമ്മിക്കാൻ തയ്യാറാണ്. ഇങ്ങനെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് വഴി ഇന്ത്യക്ക് എന്ത് നന്മകൾ വരും? ഇന്ത്യക്ക് ഏത് ഭാഗത്താണ് ഇത് വലിയ നേട്ടം കൈവരിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ, പുറം നാടുകളിൽ നിന്നും ഒരു സ്പെയർ പാർട്സ് നമ്മൾ വാങ്ങുന്നു, അതും റഷ്യ പോലുള്ള ഉപരോധം ഏർപ്പെടുത്തിയ ഒരു കൺട്രിയിൽ നിന്നും ഒരു സ്പെയർ പാർട്സ് നമ്മൾ വാങ്ങിയാൽ അതിന് ടാക്സ്, അത് മാത്രമല്ല അത് കൊണ്ടുവരാനുള്ള കോസ്റ്റ്, ഇങ്ങനെ നോർമലായി മാർക്കറ്റിൽ കിട്ടുന്ന വസ്തുവിനെക്കാട്ടിലും ആ സ്പെയർ പാർട്സിന്റെ വില 23% മുതൽ 27% വരെയും കൂടും. ഇത് കുറഞ്ഞ പക്ഷമാണ്, ഇതിലും കൂടാനേ സാധ്യതയുള്ളൂ. എന്നാൽ ഇന്ത്യയിൽ തന്നെ ഈ സ്പെയർ പാർട്സ് നിർമ്മിക്കുകയാണെങ്കിൽ അതിന്റെ വില എന്നത് വളരെ വളരെ കുറവായിരിക്കും. നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരു വസ്തു മാർക്കറ്റിൽ 1000 രൂപയ്ക്കാണ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ അതേ വസ്തു നമ്മൾ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് 700 മുതൽ 800 രൂപയ്ക്കുള്ളിൽ ആ ഒരു വസ്തു ലഭിക്കും. ഒരു യൂണിറ്റിന് 200 രൂപ വരെയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇത് ഒരു ഉദാഹരണം മാത്രം. ഇതുപോലെയാണ് ഏതൊരു വസ്തുവും ഫോറിൽ നിന്ന് വാങ്ങുന്നതിനും നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഫോറിൻ മാനുഫാക്ചേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് പ്ലാന്റ് നിർമ്മിച്ച് നമ്മുടെ കോമ്പണന്റ്സ് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റും കുറയും, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും അധികമാകും.
ഈ സ്പെയർ പാർട്സ് ഉപയോഗിക്കുന്ന മറ്റു നാടുകൾ, ചൈന ഒഴികെയുള്ള മറ്റു നാടുകൾ, ആ നാടുകൾക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസരവും ഇന്ത്യക്ക് ലഭിക്കും. ഇതിനകം സൂപ്പർ സുഖോയ് പ്രോഗ്രാമിന് താഴെ നമ്മളൊരു സ്ക്വാഡ്രൺ കംപ്ലീറ്റ് ചെയ്തു. ബ്രഹ്മോസിനെ വരെ എടുത്തുകൊണ്ടുപോയി ആക്രമണം നടത്താൻ കഴിയുന്ന രീതിയിൽ Su-30 വിമാനങ്ങളെ തഞ്ചാവൂർ ബേസിൽ നിർത്തിവെച്ചിട്ടുണ്ട്. ഈ തഞ്ചാവൂർ ബേസ് വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റ് ആണ്. കാരണം ആ ഒരു ബേസ് ആണ് സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ. ഇന്ത്യൻ ഓഷ്യനെ മുഴുവനും ഈ സുഖോയ് വഴി സംരക്ഷിക്കണം, അല്ലെങ്കിൽ ശ്രീലങ്കയെ നമ്മുടെ ചെക്കിനുള്ളിൽ വയ്ക്കണം. ആൻഡമാൻ, ഇന്ത്യക്ക് ചുറ്റുമുള്ള എല്ലാ കടൽ ഭാഗവും സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ തഞ്ചാവൂർ ബേസിലുള്ള സുഖോയ് ഫൈറ്റർ ജെറ്റ്സ് ആണ് ഒരു വലിയ ഗെയിം ചേഞ്ചറായി മാറാൻ പോകുന്നത്. അത്രത്തോളം വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് തഞ്ചാവൂർ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇതുപോലെ മറ്റ് ജെറ്റ്സ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിന് കുറഞ്ഞത് 5 വർഷമെങ്കിലും ആകും. എല്ലാം ഒരുമിച്ച് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരു പ്രത്യേക അളവിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോ ഈ 12 ജെറ്റിനായിട്ടുള്ള ഡീൽ നമുക്ക് എവിടെ വളരെ പ്രധാനമായി മാറുന്നു എന്ന് ചോദിച്ചാൽ, റഷ്യ നേരത്തെ ഒരു അറിയിപ്പ് കൊടുത്തു, ഞങ്ങൾ ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് വയ്ക്കാൻ തയ്യാറാണ്, അതുവഴി ഇന്ത്യയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയുമെന്ന്. ഇപ്പോൾ ഈ 12 ജെറ്റും ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സ് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ നിർമ്മിച്ചാൽ അതിൽ വീണ്ടും കുറെ അപ്ഡേറ്റ്സ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴുണ്ടാകുന്ന മെച്ചം എന്താണെന്നും ഞാൻ പറയാം. നമ്മൾ ഇതുവരെയും അപ്ഗ്രേഡ് ചെയ്തത് വെച്ച് നോർമൽ ഉപയോഗിക്കുന്ന ബ്രഹ്മോസ് മിസൈൽ ഒരേ ഒരു മിസൈൽ മാത്രമേ Su-30 കൊണ്ട് ഫയർ ചെയ്യാൻ സാധിക്കൂ. കാരണം ബ്രഹ്മോസ് വളരെ ഹെവി മിസൈലാണ്. അങ്ങനെയുള്ള മിസൈലിനെ Su-30 കൊണ്ട് മാത്രമേ ഇന്ത്യയുടെ എയർഫോഴ്സിൽ നിന്നും ലോഞ്ച് ചെയ്യാൻ സാധിക്കൂ. കാരണം Su-30യുടെ എയർ ഫ്രെയിം വലുതാണ്, അതുപോലെ ബ്രഹ്മോസ് മിസൈലും വലുതാണ്. അതുകൊണ്ട് Su-30യുടെ വയറിന്റെ ഭാഗത്ത്, ബെല്ലി ഭാഗത്ത് ഈ മിസൈൽ മോൾഡ് ചെയ്ത് ഒരേ ഒരു മിസൈൽ റെഡി ചെയ്യുന്നത് പോലെയാണ് സൂപ്പർ സുഖോയ് പ്രോജക്റ്റിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അടുത്ത 12 ജെറ്റ്സ്, ഇന്ത്യയുടെ അടുത്ത Su-30 12 ജെറ്റ്സ് വരികയാണെങ്കിൽ അതിൽ നിന്ന് 3 ബ്രഹ്മോസിന് വരെയും 3 ബ്രഹ്മോസ് മിസൈലിന് വരെയും അതിൽ നിന്നും ലോഞ്ച് ചെയ്യുന്നത് പോലുള്ള ഒരു അപ്ഗ്രേഡ് ആയിരിക്കും നമ്മുടെ ഇന്ത്യൻ ഫോഴ്സ് ചെയ്യാൻ പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഗെയിം ചേഞ്ചർ മൊമെന്റ് ആണ്. കാരണം നേരത്തെയുള്ള 260 ഫൈറ്റർ ജെറ്റ്സിനും അതിന്റെ എഞ്ചിൻ അപ്ഗ്രേഡ് ചെയ്തത് വഴി ഓരോ ഫൈറ്റർ ജെറ്റ്സിന്റെ ഫ്ലൈയിങ് അവേഴ്സ് എന്നത് 1500 to 1700 ഫ്ലൈറ്റ് അവേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇത്രയും മണിക്കൂർ ഈ വിമാനങ്ങളെ കൊണ്ട് മിഷൻ മോഡിൽ പറപ്പിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളപ്പോൾ ഇതിന്റെ കൂടെ അടുത്ത് വരാൻ പോകുന്ന 12 ജെറ്റ്സിനെയും വ്യോമസിനെ ഉൾപ്പെടുത്തിയാൽ അടുത്ത് വരാൻ പോകുന്ന കാലത്തിൽ വീണ്ടും കൂടുതൽ Su-30 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഒരു ചോദ്യം വരാം, എന്തിനാണ് നമ്മൾ ഇപ്പോഴും Su-30യെ തന്നെ പിടിച്ചിരിക്കുന്നത്? നമ്മുടെ അടുത്ത ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് പ്രോഗ്രാമിലേക്ക് പോകാമല്ലോ, അല്ലെങ്കിൽ ഫോറിനേഴ്സിൽ നിന്നും അതിനവീന ഫൈറ്റർ ജെറ്റ്സ് വാങ്ങാമല്ലോ. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് Su-30 സംബന്ധിച്ച് നമുക്ക് അതിൽ കൂടുതൽ അനുഭവ പരിചയമുണ്ട്. 20 വർഷമായി ആ ഫൈറ്റർ ജെറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ പൈലറ്റ്സിന് കൂടുതൽ എക്സ്പീരിയൻസ് നൽകിയ വിമാനം Su-30 ആണ്. അത് അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് വഴി യാതൊരു പ്രശ്നവും നമുക്ക് വരികയില്ല. ഈ വിമാനങ്ങളെ മാത്രം വിശ്വസിച്ചിരുന്നാൽ മാത്രമേ നമ്മുടെ വ്യോമസേനയ്ക്ക് പ്രശ്നം വരികയുള്ളൂ. പക്ഷെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റ്സ് ഫ്ലീറ്റ് എന്നത് ഒരേ ഒരു നാടിനെ മാത്രമല്ല ആശ്രയിച്ചിരിക്കുന്നത്. നമുക്ക് റഫേൽ ഉണ്ട്, മിറാജ് ഉണ്ട്, Su-30 ഉണ്ട്. മാത്രമല്ല 5th ജെൻ പ്രോഗ്രാമിൽ നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ വിമാനം തേജസും ഉണ്ട്. ഇങ്ങനെ പല മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ചോദ്യം വരാം, ഒരുപാട് നാടുകൾ ഉപയോഗിക്കുന്നു, എന്നാൽ അവരെ കൊണ്ടൊന്നും അത്രത്തോളം ആ വിമാനത്തെ അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ചൈനയും അതുപോലെ തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. ഈ Su-30 നമുക്കെതിരായി അവർ ഉപയോഗിക്കില്ലേ? അല്ലെങ്കിൽ നമ്മുടെ വിമാനങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുമെന്നൊക്കെ അവർക്ക് അറിയില്ലേ? അവരുടെ പക്കലും മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ടല്ലോ എന്ന്. പക്ഷെ നമുക്ക് മുൻപ് തന്നെ Su-30 വിമാനം ചൈന റഷ്യയിൽ നിന്നും വാങ്ങി. പക്ഷേ റഷ്യ മാനുഫാക്ചറിംഗ് ലൈസൻസ് പോലും ചൈനയ്ക്ക് നൽകിയിട്ടില്ല. അതിനായിട്ടുള്ള സ്പെയർ പാർട്സ് മാത്രമാണ് റഷ്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴി ഒരേ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, ആര് വിശ്വസിക്കുന്നു എന്ന്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇന്ത്യ വീണ്ടും Su-30 വിമാനങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നതും വീണ്ടും അത് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.